പ്രൈവറ്റ് വെറ്ററിനറി അഡ്മിഷനിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു 400, 450 നല്ല നീറ്റ് സ്കോർ ഉള്ളവർക്ക് തീരെ മോശം കോളേജും, ജസ്റ്റ് ക്വാളിഫിക്കേഷൻ അതായത് ഒരു 113, 114 മാർക്കുള്ളവർക്ക് പ്രീമിയം വെറ്ററിനറി കോളേജിലും അഡ്മിഷൻ കിട്ടുന്നൊരവസ്ഥ. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, വെറ്റിനറി അഡ്മിഷൻ ഒരു ഒരു സെൻട്രലൈസ്ഡ് അല്ല. കാരണം ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് രജിസ്ട്രേഷൻസ് ആണ്. ഈ 450 ഉള്ള ഒരാൾക്ക് കേരളത്തിൽ ഗവൺമെൻറ് കോളേജ് കിട്ടത്തില്ല. അവർക്ക് പ്രൈവറ്റിലേക്ക് പോയേ പറ്റുള്ളൂ. അവർ പ്രൈവറ്റിലേക്ക് വന്ന് ആദ്യം ഒരു കോളേജ് അങ്ങ് ചൂസ് ചെയ്തു. കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യും. സ്റ്റിക്ക് ഓൺ ചെയ്ത് കൗൺസിലിംഗ് ഈ പറഞ്ഞാൽ ആ കോളേജ് മാത്രം ഓപ്ഷൻ വെച്ച് കോളേജ് വിളിച്ച് കഴിഞ്ഞാൽ അവർ ആ കോളേജ് മാത്രമേ ഓപ്ഷൻ വെക്കാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഈവൻ അവർ മറ്റു കോളേജുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇവർ ടോപ്പിൽ വെക്കുന്ന അനുസരിച്ചാണല്ലോ പ്രയോറിറ്റി പ്രയോറിറ്റി കിട്ടും. നമുക്ക് നമ്മുടെ സ്കോർ ഇറലവൻ്റ് ആയി പോവാണ്. ആക്ച്വലി അവിടെ അതെ നമ്മൾ ഇത്രയും പഠിച്ചത് വേസ്റ്റ് ആയി പോവാണ്. നമുക്കൊരു കോളേജ് കിട്ടുന്നു, അവിടെ പോയി എടുക്കുന്നു. അതെ. സോ അതേ സമയത്ത് നമ്മളെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തെ നീറ്റിന് ഏറ്റവും കുറവ് മാർക്ക് 113 ഉള്ളവർക്കും അതെ. പ്രീമിയം കോളേജിൽ കിട്ടിയിട്ടുണ്ട്. 113 OBC നീറ്റ് ക്വാളിഫിക്കേഷൻ മാർക്ക് 113. ആ കുട്ടി പോലും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കോളേജിൽ ഏറ്റവും ലോ ഫീസിലാണ് പഠിക്കുന്നത്. അതെ, ഈവൻ നമ്മുടെ ഗവൺമെന്റ് മെറിറ്റ് ഫീസിലും കുറവുള്ള കോളേജുകളിൽ. സോ അതെ, വെറ്റിനറിയെ സംബന്ധിച്ച് നിങ്ങൾ കോളേജുകൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ആ കോളേജുകളുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കുക. കാരണം ക്വാളിറ്റി അസസ് ചെയ്ത് തന്നെ ചേരാം. കാരണം നമ്മുടെ മാർക്ക് അവിടെ ഇറലവൻ്റ് ആണ്. നമ്മൾ ആക്ച്വലി നീറ്റ് ക്വാളിഫൈഡ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റിൽ എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് വൈഡായിട്ട് ചിന്തിക്കണം. എല്ലാ കോളേജിനെ പറ്റി നോക്കണമെന്ന് മാത്രമാണ് ഉള്ളത്. അതെ. സോ വെറ്റിനറി അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.